റബ്ബേ, നല്ല സമയത്ത് ഇക്കാൻ്റെ വിളി. ഇതെടുക്കണോ വേണ്ട? ഇനിയിപ്പോൾ ഇത് എടുത്താലാവും ഉമ്മാൻ്റെ അടുത്ത പുകില്. കുറച്ചിട്ട് മെസ്സേജ് അയക്കാം. പാവം. ഹലോ ഇക്ക. ആ പറയ്. ഏയ് കുഴപ്പമൊന്നുമില്ല. അതെ, ഞാൻ കുറച്ച് തിരക്കിലാണ് ഇക്ക. ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ഇല്ല, ഇമ്മൊന്നും പറഞ്ഞിട്ടില്ല. അതെ, ചെറിയൊരു വയറുവേദന ഉണ്ട് ഇക്ക. അതിൻ്റെ ഒരു ക്ഷീണാണ്. അതെ, ഞാൻ കുറച്ചു നേരം മെസ്സേജ് അയച്ചതാ. ഉമ്മ കൊടുക്കണോ? ആരാ സുമയ്യ ഫോണില്? എന്താ പറ്റി വാതില കടച്ചുകൂട്ടിയാണ്ട് വർത്താനം പറയണേ? അതിക്കാണ് ഉമ്മ. ഇമ്മാനെ ചോദിച്ചേനു, അപ്പളാ ഇമ്മ വിളിച്ചത്. കൂടുതലൊന്നും പറയണ്ട. ഓനെ ഇഞ്ച മകനാണ്. ഓൻ എന്തൊക്കെ ചോദിക്കൂലെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അല്ല, ഓൻ വിളിച്ചിട്ട് എന്റെ ഫോൺ ജാതി ഇഞ്ച അടുത്തോട്ട് തരാഞ്ഞത്? അടച്ചുകൂട്ടി കുതിർന്നാണ്ട് എന്താ ഓനോട് പറഞ്ഞു കൊടുക്കരുത്? പറയടി. ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണ ഇമ്മ? ഇമ്മ എന്തൊക്കെയാണ് ഈ പറയണത്? ഒന്നും അറിയാത്ത പോലെ ഒരു പച്ച പാവം. എടി, ഇജ്ജൊരൊറ്റ എത്തിയാണ് എന്റെ മകപ്പ എങ്ങനെ ഇരിക്കണത്. ഓനിപ്പോ ഇമ്മാനെ ഒരു നേരം കണ്ടില്ലെങ്കിലും മുണ്ടിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമല്ല. എങ്ങനെ നടന്നതൊരു ചെക്കനേനി. ഇജ് വന്ന് കേറി ഒരാഴ്ച തേഞ്ഞമ്പതിന് ഇമ്മയും വേണ്ട, ബാപ്പയും വേണ്ട, ഉടപ്പറന്നോല ആരും വേണ്ട. കെട്ടിയോള് മതി. അന്ന ഒരു നേരം കണ്ടില്ലെങ്കിൽ പോലും തീറ്റിയില്ല, കുടിയില്ല, ഒന്നുമില്ല. ഇതൊക്കെ ആരെ മാറ്റിയെടുത്തത്? ഇജൊറ്റ എത്തി. എടി, ഇഞ്ഞോ വിളിക്കുമ്പോ പറഞ്ഞളാ ഇമ്മ മരിച്ചൂന്ന്. എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയണത്? ഇതിന് മാത്രം എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായിക്കണത്? ഇഞ്ഞാരാണാവ ഫോണില്? ഒരാളത് കഴിഞ്ഞിട്ടുള്ളല്ലോ. ഇവിടെ നടക്കുന്നത് വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കൊടുക്കല്ലേ. എടുത്തോ എടുത്തോ. ഓ, ഞാൻ കേക്കാൻ പാടുണ്ടാവൂലല്ലോ. എടുക്കടി, ഒച്ചയിലിട്. ഹലോ കുട്ടിയെ, ഉമ്മാൻ്റെ കുറവുണ്ടോ? ഇജ്ജ് എന്തെടുക്ക? ഹലോ, ഉമ്മ പറയണ കേക്കണില്ലേ? എടി, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അത് അമ്മക്ക് വിളിക്കാൻ വൈകിയതേ. അനക്ക് സുഖല്ലേ? അവിടുത്തെ ഉമ്മ എന്തേലും പറയുന്നുണ്ടന്നെ? ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഉമ്മാൻ്റെ കുട്ടി അവർക്ക് ചെവി കൊടുക്കാൻ പോണ്ടാട്ടോ. ഈ ചെറുക്കണ പണി ചെറുത്തോണ്ട് നടന്നോണ്ടേ. അതിന്റെ സ്വഭാവം എനിക്ക് അറിയുന്നതല്ലേ. എന്താ ഉമ്മാൻ്റെ ഒന്നും ഉണ്ടാത്തേ? കേക്കണില്ലേ? അതോ ഉമ്മാൻ്റെ സുഖല്ലേ? എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉമ്മാനോട് പറയേ. കേക്കണില്ലേ? സുമയ്യ, എടി സുമയ്യ, എന്താ ഈ പെൺകുട്ടി വിളിച്ചിട്ട് ഫോൺ എടുക്കണുണ്ട്, മുണ്ടണില്ലല്ലോ റബ്ബേ. മതി. അത്രക്ക് ദണ്ണുള്ള തന്തിയും തള്ളി എൻ്റെ തീച്ചാലേ ഇപ്പൊ അങ്ങോട്ട് പാഞ്ഞെത്തും. കാണാ. അല്ല, അപ്പൊ ഇവിടെ നടക്കണ ഇന്റെ കുറ്റവും കുറവും ഒക്കെ എന്റെ കണ്ണെറ്റിയാ പറഞ്ഞു കൊടുക്കാൻ എന്റെ പണിയില്ലേ? ഞാൻ പറഞ്ഞു തരാട്ടാ. പിന്നെ കിടക്കാനും കുത്തിരിക്കാനും നിൽക്കാതെ പേരൊക്കെ മുഴുവനും അടിച്ചു വാരി വൃത്തിയാക്ക്. എന്റെ കൊണക്കടൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം.
അല്ല കുട്ടിയെ എന്താ ജി വെയിലും കൊണ്ട് കാട്ടണത്? അനക്കന്നെ 2 ദിവസം മുന്നേ ജി സുഖല്ല നീച്ചിക്കാൻ വജ്ജാതെ നടന്നേനിയത്. ഇതൊക്കെ വെയിലാറിയിട്ട് ചെയ്താ പോരെ? നല്ല ഉപദേശം തന്നെയാണല്ലോ ഇമ്മ മകക്ക് കൊടുക്കണത്. നന്നാകും. അതല്ല താത്ത, ഓള് 2 ദിവസമായി പറയണേ പള്ളേന്റെ ഉള്ളിൽ കൂടി ഊരന്റെ ഉള്ളിൽ കൂടെ ഒക്കെ എന്താണ് ആ ഒരു വേദന എന്താണാവല്ലേ? നിങ്ങളെ മകക്കേ ഈ ദുനിയാവിലെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് മാസം ഉണ്ടാകുന്നത്. നിങ്ങളെ മകക്ക് മാത്രം അതൊരു പുത്തരിയാണ്. അല്ല ഇതറിയാനപ്പ നിങ്ങൾ ഈ നട്ടുച്ച നേരത്ത് വണ്ടി വിളിച്ച് വന്നിക്കണത് കഷ്ടം തന്നെ കേട്ടാ. ഇതുണ്ടാവുമ്പോളേ ഊരവരുത്തവും പള്ളവരുത്തവും കാലരുത്തവും എല്ലാ കൊണക്കടും ഉണ്ടാകും. അല്ല ഓളോടൊന്ന് ചോദിച്ചു നോക്കാൻ നിങ്ങള് എത്തൊക്കെയാണ് ഓൾക്ക് വെജായിന്ന്. ഇന്നോടൊന്നും പറയൂല. ഇന്നെ കണ്ടാൽ തന്നെ ഓൾക്ക് വെറുപ്പാണ്, അറപ്പാണ്.